ഈ വേൾഡിലെ മിക്ക പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനായിട്ടൊരു ഹ്യൂമൻ ക്വാളിറ്റി ഉണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അത് മണിയല്ല, ഇൻ്റലിജൻസ് അല്ല, പവറല്ല, അതാണ് എംപതി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് എംപതി മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് ഇൻ ദിസ് വേൾഡിനുള്ള ഒരു സൊല്യൂഷനായി മാറുന്നത് എന്നതിനെക്കുറിച്ചാണ്. Hi everyone, I'm Archana. This is Amindment. Welcome to a new episode of Amindment. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ വേൾഡിലെ മിക്ക പ്രശ്നങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ വാർസ് ആവട്ടെ, ഡിസ്ക്രിമിനേഷൻ ആവട്ടെ, വർക്ക് പ്ലേസിലെ ടോക്സിസിറ്റി ആവട്ടെ, കപ്പിൾസിൻ്റെ ഇടയിലുള്ള പ്രശ്നം ആവട്ടെ, അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ നമ്മളുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന വഴക്കുകളാവട്ടെ, എല്ലാത്തിനെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ഉണ്ട്. ലൈക്ക് ഒരു റീസൺ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എംപതിയുടെ കുറവ്, അല്ലെങ്കിൽ എംപതിയുടെ ഇല്ലായ്മ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ യൂസ് ചെയ്തൊരു വേർഡാണ് എംപതി എന്ന് പറയുന്നത്. കുറേ ആൾക്കാർക്ക് അറിയായിരിക്കാം എന്താണ് ആക്ച്വലി എംപതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് ചെറുതായിട്ടെങ്കിലും ഐഡിയ ഉണ്ടാവും എന്താണ് എംപതി എന്ന്, പക്ഷെ ചിലവർക്ക് അത്രത്തോളം അറിയില്ലായിരിക്കാം എന്താണ് എംപതി. സോ ഞാൻ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം തന്നെ എന്താണ് എംപതി എന്നത്. എംപതി കൊണ്ട് യൂഷ്വലി ഉദ്ദേശിക്കുന്നത് നമുക്ക് വേറൊരാളുടെ പെയിൻ അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റുക, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പർലി നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നതാണ് എംപതി. ലൈക്ക് നമ്മൾ ആ പെയിനിൽ കൂടെ ഗോ ത്രൂ ചെയ്യുന്നില്ലായിരിക്കാം, നമുക്കത് അനുഭവിക്കേണ്ടി വരുന്നില്ല, പക്ഷെ ആ ഒരാളുടെ പെയിൻ അയാളുടെ തന്നെ പേഴ്സ്പെക്റ്റീവിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതിനെയാണ് എംപതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് വരുന്നൊരു ക്ലയൻറ്റ്, ആ ക്ലയൻറ്റിനൊരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ ആ ക്ലയൻറ്റ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ക്ലയൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കൂടെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എംപത്തറ്റിക് ആയിട്ടാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത്. ലൈക്ക് ഞാൻ ആ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ കൂടെ ഗോ ത്രൂ ചെയ്തില്ല, എനിക്ക് എക്സാക്ട് സെൻസിൽ ഇതാണ് നടന്നത് എന്ന് ക്ലിയർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ക്ലയൻറ്റ് പറയുന്ന ഡീറ്റെയിൽസ് കേട്ടിട്ട് അവരെന്ത് പെയിനിൽ കൂടെയാണ് ഗോ ത്രൂ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് എംപതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എംപതിയെക്കുറിച്ചൊരു വീഡിയോ എടുക്കണം എന്നൊരു തോട്ട് തന്നെ എനിക്ക് വന്നത് ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഫാമിലിയായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ലഞ്ച് കഴിക്കായിരുന്നു. ഞങ്ങളുടെ ജസ്റ്റ് അപ്പുറത്തെ സീറ്റിലിരുന്ന ഒരു അങ്കിൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡിൻ്റെ വേസ്റ്റ് ആക്ച്വലി ടേബിളിൻ്റെ പുറത്താണ് വയ്ക്കുന്നത്. വേറൊരു ഡിഷ് ഇങ്ങനെ തന്നിട്ടുണ്ട്, അതിലല്ല വയ്ക്കുന്നത്, ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യമായിരുന്നു, ആ അങ്കിൾ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഞാനിങ്ങനെ വേസ്റ്റ് ആ ടേബിളിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടേബിൾ ക്ലീൻ ചെയ്യാൻ വരുന്നവർ എൻ്റെ വേസ്റ്റ് അവർ കൈകൊണ്ടെടുത്ത് ആ ഒരു പാത്രത്തിൽ വെക്കേണ്ടി വരില്ലേ എന്ന് ആ ഒരു പേഴ്സൻ്റെ ഒരു അവർ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരില്ലേ, അതൊരിക്കൽ പോലും ആ തോട്ട് വരാത്തത് കൊണ്ടല്ലേ ഈ അങ്കിൾ ഇങ്ങനെ വയ്ക്കുന്നത്. ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള സീൻസ് നിങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലും കണ്ടിട്ടുണ്ടാവും. ലൈക്ക് എത്രത്തോളം ആൾക്കാർ ചിന്തിക്കുന്നില്ല എന്തൊക്കെ ബുദ്ധിമുട്ടാണ് വേറുള്ളവർക്ക് നമ്മൾ കാരണം വരുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എംപതി ഇല്ലായ്മ കൊണ്ട് തന്നെയാണ്. വേറൊരു കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെയോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ളവരെയോ ടീച്ചർ എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റ് പാസ് ചെയ്യുക, ഡിമീൻ ചെയ്യുന്നത് പോലെ സംസാരിക്കുക, കഴിവില്ലെന്ന് പറയുക, ഇങ്ങനത്തെ രീതിയിലൊക്കെ ഹോൾ ക്ലാസ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ പറയുമ്പോൾ ആ ടീച്ചർ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല അത് ആ കുട്ടിയെ എങ്ങനെയാണ് ബാധിക്കുക. കുട്ടി ഒരിക്കലും ഇങ്ങനെ ഡിമീൻ ചെയ്യുന്നത് കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ഞാൻ നന്നായിട്ട് പഠിക്കണം എന്ന് ചിന്തിക്കുന്നത് മേ ബി സെക്കൻഡറി ആയിട്ട് ചില കുട്ടികൾ അങ്ങനെ കോൺസിക്വൻസ് എടുക്കാമെന്നുണ്ടാവാം. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ കുട്ടിക്ക് എന്താ സംഭവിക്കുക? കുട്ടിക്ക് വളരെയധികം വിഷമം ഉണ്ടാവും, സെൽഫ് കോൺഫിഡൻസ് വളരെയധികം താഴും, സെൽഫ് എസ്റ്റീമിനെ അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാടധികം ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് ആ ഒരു കുട്ടി ആ മൊമെൻറ്റിൽ പാസ് ചെയ്യുക. അതൊന്ന് ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ലൈക്ക് ഈ കുട്ടി എന്തിൽ കൂടെ ഗോ ത്രൂ ചെയ്യേണ്ടി വരാൻ എൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്ന് ടീച്ചർക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ ടീച്ചർക്ക് ഇങ്ങനെ ക്ലാസ്സിൻ്റെ മുന്നിൽ വെച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു മിനിറ്റ് ടൈം എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഹോൾ ലൈഫിൽ എത്ര ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ലൈക്ക് ഒരു പേഴ്സണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ ദി ഓപ്പോസിറ്റ് പാർട്ടി എംപത്തറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ എത്ര അധികം കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു, എത്ര അധികം ഫൈറ്റ്സ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നത്. ഇപ്പം
ഇപ്പം എംപതി എന്ന് പറയുന്നത് കുഞ്ഞുനാൾ തൊട്ടേ നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ നമുക്ക് ഡെവലപ്പായി വരേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്? കുട്ടികളിൽ അവരുടെ ഉള്ളവരെ കണ്ട് അവരുടെ അടുത്ത് എങ്ങനെയാണ് ആൾക്കാർ പെരുമാറുന്നത്, അങ്ങനത്തെ ഒരു സോഷ്യൽ ലേണിംഗ് അവിടെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങൾ എംപത്തറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന അഡൾട്ട്സിനെ മോഡൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു അഡൾട്ട്ഹുഡിലെ ഈ ഒരു പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് എംപത്തറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. അതിന് നല്ല ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ വരും. ബിക്കോസ് നമുക്ക് നമ്മളുടെ ഈഗോ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ആൻഡ് ഞാൻ എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യങ്ങൾക്കും എഗ്രി ആണോ ചെയ്യേണ്ടത് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വരും. എംപത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെന്ത് പറഞ്ഞാലും അതിന് ഓക്കെ എന്ന് പറയുന്നതല്ലല്ലോ. നമ്മൾ കുറച്ച് കൺസിഡറേറ്റ് ആയിട്ട് അവരുടെ പെർസ്പെക്റ്റീവും കൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക എന്നതാണ്. അത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്കെല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫിലും ഒരു ചെറിയ ഇമ്പാക്റ്റെങ്കിലും എന്തായാലും ഉണ്ടാക്കും. ഞാൻ എംപത്തറ്റിക് ആയിരിക്കണം നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ ടുവേർഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള നല്ല രീതിയിൽ ഒരു ക്രിറ്റിസിസം ഒരാളുടെ അടുത്ത് പറയണം. അവരുടെ നല്ലതിന് വേണ്ടിയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം, പറഞ്ഞോളൂ. പക്ഷെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് വൈസ്ലി ചൂസ് ചെയ്യുക, ആലോചിക്കുക. നമ്മൾ ഏത് ടോണിലാണ് ആ ഒരു കാര്യം ഡെലിവർ ചെയ്യുക എന്നത്. കാരണം ആ ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് അതൊരു ഹ്യൂമനാണ്. ആ പേഴ്സണിന് സ്വന്തമായിട്ടുള്ള ഒരുപാടധികം സ്ട്രഗിൾസ് ഉണ്ടാവും. ഡെയിലി ബേസിസിൽ ഇമോഷണൽ ബാറ്റിൽസിൽ കൂടെ ആയിരിക്കാം ആ പേഴ്സൺ ഗോ ത്രൂ ചെയ്യുന്നത്. സോ നമ്മളുടെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് അതൊരു ജഡ്ജ്മെൻറ്റ് എന്ന രീതിയിൽ കൺവേ ചെയ്യപ്പെടരുത്. അത് അവർക്ക് ആഡ് ഓൺ പ്രഷറായിട്ടാണ് ഫീൽ ആവുക. നമ്മൾ ആ പേഴ്സൻ്റെ നല്ലതിന് വേണ്ടിയാണ് അത് കൺവേ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല ടേംസ് യൂസ് ചെയ്ത് നല്ല കൈൻഡ് ആൻഡ് പൊലൈറ്റായിട്ട് സോഫ്റ്റ് ടോണിൽ നമ്മളത് ഡെലിവർ ചെയ്യുക എന്നതാണ്. പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഫാമിലി ഗ്യാതറിങ്ങിനോ ഗെറ്റ് ടുഗെദറിനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ നമ്മളുടെ റിലേറ്റീവ്സും പരിചയക്കാരുമായിട്ടുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അയ്യോ മെലിഞ്ഞു പോയല്ലോ, അയ്യോ വണ്ണം വെച്ചല്ലോ, എന്ത് പറ്റി, ഫുഡൊന്നും കഴിക്കുന്നില്ലേ, ഇത്രയും ഫുഡൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വന്നിട്ട് ജോലിയൊന്നും ആയില്ലേ, പഠിത്തം ഇതുവരെ ആയി, നിനക്ക് ആ പേപ്പറൊന്നും കിട്ടിയില്ലേ, കല്യാണാലോചന ഇതുവരെ ആയി, ഇതുവരെ കല്യാണമൊന്നും കഴിഞ്ഞില്ലേ, കുട്ടികളായില്ലേ ഇതുവരെ, ഡോക്ടറിനെ വല്ലതും കാണിച്ചോ നിങ്ങൾ, ഇങ്ങനത്തെ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് ആക്ച്വലി ഈ ചോദിക്കുന്ന ആൾക്കാർ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഇവർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണിന് എന്ത് ബുദ്ധിമുട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അത് കേട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. അവരുടെയൊക്കെ മനസ്സിൽ പല രീതിയിലെ ജഡ്ജ്മെൻറ്റ്സ് ഈ പേഴ്സണിനെ കുറിച്ച് ആ ഒരു ചോദ്യം കാരണം തന്നെ ഫോം ആവാറുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? ഇപ്പോൾ സപ്പോസ് ഒരു കപ്പിൾ അവർ കുറേ കാലമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അവരവരുടേതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വളരെയധികം പ്രൈവറ്റായിട്ട് അവർ എല്ലാവരുടെ അടുത്തും കൺവേ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ തുറന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് ജേർണി കൂടെ പോകുന്ന ഒരു കപ്പിളുടെ അടുത്ത് ഇങ്ങനെ പബ്ലിക്കലി നിന്ന് കുട്ടികളൊന്നും ആയില്ലേ, അതെന്താ കുട്ടികളാവാത്ത, ഇത്രയും വർഷങ്ങളായില്ലേ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ച് അവരെ അന്ന് ഹേർട്ട് ചെയ്ത് അവരുടെ മൂഡ് സ്പോയിൽ ചെയ്ത് അവർക്ക് ആ ഫങ്ഷനോ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റോ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരെ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഔട്ട് ഓഫ് കൺസേൺ ആണ് ആ ഒരു കാര്യം ചോദിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ്ലി അവരെ വേറെ ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി അവരുടെ അടുത്ത് ജെൻറ്റിൽ ടേംസ് യൂസ് ചെയ്ത് ഒരു രീതിയിലെ ജഡ്ജ്മെൻറ്റും ഇല്ല എന്ന രീതിയിൽ ആ കാര്യം നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും ഓർക്കേണ്ടത് കുട്ടികളാവാത്തതിൽ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ടേം പോലും നിങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്നില്ല ആ ഒരു കോൺവെർസേഷനിൽ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം എംപത്തി ഒരു മിസ്സിങ് കീ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലെ പ്രശ്നങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സൺ ബുള്ളിങ് കൂടെ ഗോ ത്രൂ ചെയ്യുന്നതായിരിക്കാം, ഡിസ്ക്രിമിനേഷൻ ഡെയിലി ബേസിസിൽ അവർ ഫീൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലെ ഇഷ്യൂസിൽ കൂടെ അവർ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം. ആ ഒരു സമയത്ത് ആ പേഴ്സണിന്
ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് പോലും ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കിട്ടാത്തപ്പോൾ അവർക്ക് എന്താ ഫീൽ ആവുക? ഞാൻ അൺഹേർഡാണ്, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, ഞാൻ തീരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല. ആൻഡ് ഇത് ഇവൻച്വലി എന്താ ക്രിയേറ്റ് ചെയ്യുക? അവരുടെ ഉള്ളിൽ വളരെയധികം ലോ ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം കോസ് ചെയ്യും, അവരുടെ സെൽഫ് വർത്ത് താഴേക്ക് പോവും. അങ്ങനെ അവർ ആ ഒരു സ്ഫിയറിൽ തന്നെ സ്റ്റക്കാവും. ആൻഡ് ചിലപ്പം ചില ആൾക്കാരുടെ കണ്ടീഷൻസ് ഡിറ്റീറിയേറ്റും ആവാറുണ്ട്. പക്ഷെ അതേ സമയത്ത് ഇത്രയും ഡിഫിക്കൽട്ട് ഫേസിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലൈഫിൽ ജസ്റ്റ് ഒരു പേഴ്സൺ എങ്കിലും വളരെ എംപത്തറ്റിക് ആയിട്ട് നോൺ ജഡ്ജ്മെൻ്റലായിട്ട് അവരുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, അവരെ വളരെ കൈൻഡ് ആൻഡ് പൊലൈറ്റായിട്ട് അവർ പറയുന്നത് കേൾക്കുന്നു, അവരെ ഈ ഒരു ഫേസിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ഡിഫിക്കൽട്ട് പാച്ച് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരാനുള്ളൊരു ഇന്നർ സ്ട്രെങ്ത് ക്രിയേറ്റ് ആവും. സോ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് എംപതി എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻസിൻ്റെന്ന് ഞാൻ കേട്ടിട്ടുള്ളതും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അവർ പ്രീവിയസ്ലി ഏതെങ്കിലും തെറപ്പിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ പോയപ്പോൾ അവർക്ക് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലൊരു ബിഹേവിയർ കാണാൻ പറ്റുക, അല്ലെങ്കിൽ തീരെ വെൽക്കമിങ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പേഴ്സ്പെക്റ്റീവ് ആ പേഴ്സണ് മനസ്സിലാവുന്നില്ല, ആ ഒരു കംഫർട്ടബിളായിട്ട് തീരെ ഫീൽ ആവുന്നില്ല എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഈ ക്ലയൻസിന് എന്താ ഫീൽ ആവുക? അയ്യോ, എനിക്കെന്തോ പ്രശ്നമുണ്ട്, അവർക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഫീലിലേക്ക് ചിലവരെത്താറുണ്ട്. ചിലവർ ഈ ഒരു എംപത്തി ഇല്ലായ്മ ഈ ഒരു പ്രൊഫഷണലുടെ കയ്യിൽ നിന്നും സംഭവിക്കുമ്പോൾ ആൾക്കാർ സെൽഫ് ബ്ലെയിമിങ്ങിൽ വരെ എത്തിച്ചേരാറുണ്ട്. ലൈക്ക് അത്രത്തോളം പവർഫുള്ളാണ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലുടെ അടുത്ത് പോകുമ്പോൾ എംപത്തി എന്ന് പറയുന്ന കാര്യം. അത് മിസ്സിങ് ആണെങ്കിൽ ആ ഒരു പ്രൊഫഷണലുടെ അടുത്ത് നിങ്ങൾ എത്ര ദിവസം ട്രീറ്റ്മെൻറ്റിന് പോയാൽ പോലും കാര്യങ്ങൾ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഒരു ചേഞ്ച് വരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുകയോ ചെയ്യില്ല. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണെങ്കിൽ എംപത്തറ്റിക് ആയി ഇരിക്കേണ്ടത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ട്രെയ്റ്റ് ആണ്. ആൻഡ് ആ ട്രെയ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ മിസ്സിങ് ആണെങ്കിൽ ആക്ച്വലി ആ ഒരു പേഴ്സൺ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ടിരിക്കാൻ ഫിറ്റ് അല്ലാത്തൊരു പേഴ്സൺ ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു ആൾ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മളുടെ അടുത്ത് വരികയാണ്, അപ്പം നമ്മൾ എത്ര നോൺ ജഡ്ജ്മെൻ്റലായിട്ട് അൺബയസ്ഡ് ആയിട്ട് ആ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ആ പേഴ്സൻ്റെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് മാത്രം ഉത്തരം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കൊടുക്കുക അല്ലെങ്കിൽ എന്തൊരു റെസ്പോൺസും കൊടുക്കേണ്ടത് അങ്ങനെയാണ് ആൻഡ് അങ്ങനെ ആയിരിക്കണം. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു എംപതിയെക്കുറിച്ച്. ഇത്രയും ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പം ഈ വീഡിയോ ഇട്ട ഉടനെ ഈ ഒരു വേൾഡ് വളരെയധികം ബെറ്റർ പ്ലേസ് ആവും എന്ന രീതിയിലൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരു 10, 15, 20, 100, 200 എത്ര പേരാണെങ്കിലും ആ ആൾക്കാരുടെ ഉള്ളിലെങ്കിലും ചെറിയൊരു ചേഞ്ച്, ലൈക്ക് നിങ്ങൾ ഒരു കാര്യം പറയുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഒരു പെരുമാറുന്നതിന് മുന്നേ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിക്കുന്നെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ എംപതി ഒരു ട്രെയ്റ്റായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെയധികം വലിയ ഇമ്പാക്റ്റ് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് ആവും. ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റായിട്ട് വരുവാണെങ്കിൽ എൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ പറ്റുന്നത്ര ഞാൻ അത്രയും നോൺ ജഡ്ജ്മെൻ്റലായിട്ടുള്ളൊരു എംപത്തറ്റിക് വെൽക്കമിങ് സ്പേസാണ് നിങ്ങൾക്ക് ഒരുക്കുക എന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഏതെങ്കിലും മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ.